ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരൊറ്റ പച്ചമാങ്ങ വെച്ചിട്ട് കുക്കറിൽ ചെയ്തെടുക്കാവുന്ന സിമ്പിളായിട്ടുള്ള ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ ആദ്യം തന്നെ അത്യാവശ്യം നല്ല പോലെ മൂത്തിട്ടുള്ളൊരു മാങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു നെട്ടൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞെടുത്തതിന് ശേഷം അതിനെ കുക്കറിലേക്ക് വെച്ച് കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു മാങ്ങ വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നൊന്നുമില്ല. അത്യാവശ്യം നല്ലപോലെ വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് കുക്കറിലിട്ടിട്ട് 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഈ ഒരു തൊലിയൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞ് ഇതിൻ്റെ പൾപ്പ് മാത്രമായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഒരു 3 വിസിലൊക്കെ അടുപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൾപ്പൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഇതൊരു കത്തിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ പൾപ്പ് മാത്രം മാറ്റിയെടുത്തതിന് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. അതല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 3/4 ടീസ്പൂണോളം കുരുമുളകും 1/4 ടീസ്പൂണിലധികം നല്ല ജീരകവും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ രണ്ടും കൂടെ പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് ഒന്നും കൂടെ അടിച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ എരിവ് കുറവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് വേറൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുകും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചിട്ടെടുക്കാം. അതിനുശേഷം ഒരു 2 വറ്റൽമുളക് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തതും തക്കാളി കട്ട് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരു പകുതി തക്കാളിയൊക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള പുളിയൊക്കെ ഉള്ള മാങ്ങയാണെങ്കിൽ ഒരു തക്കാളി ഫുള്ളായിട്ടും എടുക്കാം. ഇനി ഈ ഒരു തക്കാളി നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടാനായിട്ട് ഇതിലേക്ക് തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചൊരു സമയം ഇളക്കിയെടുക്കുമ്പോൾ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് കിട്ടും. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് കായപ്പൊടിയാണ്. അപ്പോൾ അതൊരു 1/4 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പച്ചമാങ്ങ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസമാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതോടെ നമ്മുടെ രസത്തിലേക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം ഈ ഒരു സമയത്തിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കുരുമുളകും നല്ല ജീരകവും പച്ചമുളകും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ഉടച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മാങ്ങയിലേക്ക് ഞാൻ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെയാണ് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മളിത് ഈ ഒരു കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അധികമൊന്നും കട്ട പിടിക്കാത്ത ആ ഒരു രീതിയിൽ തന്നെ ഉടച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ചൂടോട് കൂടെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് തന്നെ ഒരു കട്ട പോലെ ഉണ്ടാകും. കുറച്ച് സമയം ഇളക്കി എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി എത്രത്തോളാണോ ലൂസ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ സാധാരണ രസം കുറച്ചൊരു ലൂസായിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു രസമാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഈ ഒരു രസത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.